തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടി അംഗത്വം രാജിവെച്ചുവെന്ന വാർത്തയാണ് ദേശീയ അധ്യക്ഷൻ നിതിൻ നബിന് രാജിക്കത്ത് കൈമാറി. ബൽറാം നെടുങ്ങാടി ബൽറാം വളരെ തമിഴ്നാട് ബി.ജെ.പിയിൽ ഒരു സമയത്ത് വളരെ ആവേശമായ ഒന്നൊരു സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അതിനുശേഷം ഘടകകക്ഷികളുമായി AIADMK-യുമായിട്ടൊക്കെ അടി, അതിനുശേഷം അതിൽ നിന്ന് മാറുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇനി എന്താണ് അണ്ണാമലയുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടോ ബൽറാം? ഹാഷ്മി, ക്രിസ്റ്റീന, അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം ഒരു അപൂർവമായ ഒരു നീക്കമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പാർട്ടി വിടാൻ തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നിരുന്നു. അതിനിടെയാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തുന്നതും ഡൽഹിയിൽ BJP ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതും. ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി തന്നെ അദ്ദേഹം ദേശീയ അധ്യക്ഷൻ നിതിൻ നബിനുമായി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം തന്റെ രാജിക്കത്ത് അദ്ദേഹത്തിന് സമർപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ തനിക്ക് സൗഹാർദ്ദപരമായ ഒരു വിടവാങ്ങൽ നൽകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാർട്ടി വിടാൻ അദ്ദേഹം നേരത്തെ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ച ശേഷമാണ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ നേരിൽ കണ്ട് രാജിക്കത്ത് നൽകുന്നത്. ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണാൻ അദ്ദേഹം സമയം തേടിയിട്ടുണ്ട്. ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അണ്ണാമലൈ കുറച്ചു കാലമായി പാർട്ടിയുമായി അടുപ്പത്തിലല്ല. പ്രത്യേകിച്ച് സംസ്ഥാന നേതാക്കളുമായി അദ്ദേഹം അകന്നു നിൽക്കുകയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സഹകരിച്ചിരുന്നില്ല. AIADMK-യുമായി ഉള്ള സഹകരണത്തിന്റെ പേരിലായിരുന്നു അദ്ദേഹം പാർട്ടിയിൽ നിന്നും അകന്നതും അദ്ദേഹത്തെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയതും. ഇതിനെ തുടർന്ന് അദ്ദേഹം അകലം പാലിച്ച് നിൽക്കുകയാണ്. അതിനിടെ സ്വന്തമായി ഒരു സംഘടന രൂപീകരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ള കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. മക്കൾ ശക്തി ഇയക്കം എന്ന പേരിലുള്ള ഈ സംഘടന അത് ആദ്യഘട്ടത്തിൽ ഒരു സാമൂഹ്യ സംഘടനയായി രൂപീകരിച്ച് പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുകയും 2031 നിയമസഭാ തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും വിജയുടെ TVKയ്ക്ക് ഒരു പ്രധാന എതിരാളിയായി വളർന്നു വരിക എന്നുള്ളതാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. അത് തമിഴ്നാട്ടിലെ DMK-ക്കും AIADMK-ക്കും എതിരായ ഒരു ബദൽ എന്നതിനപ്പുറത്തേക്ക് ദേശീയ പ്രതിച്ഛായയുള്ള ഒരു പാർട്ടിയാക്കി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. അതിനായി യുവാക്കളേക്കും ഒപ്പം തന്നെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുള്ള വിരമിച്ച ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംഘടന രൂപീകരിച്ചു വരിക എന്നാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. ഇതിനായുള്ള ചർച്ചകൾ അദ്ദേഹം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം BJP ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പിണക്കം മാറ്റാൻ, അദ്ദേഹത്തെ വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകാനും കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനും ചില ആലോചനകളും നടന്നിരുന്നു. ഇന്ന് നടക്കുന്ന ഈ കൂടിക്കാഴ്ചകളിലും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. എന്നാൽ അണ്ണാമലൈ ഏതാണ്ട് ഉറപ്പിച്ച ഒരു മട്ടിലാണ്. അദ്ദേഹത്തിന് തന്റെ അടുത്ത കേന്ദ്രങ്ങളോട് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് തനിക്കിനി BJP-യിൽ നിന്നതുകൊണ്ട് പുതിയതായി നേടാൻ ഒന്നുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു സംഘടന, അതിലൂടെ ഒരു പരീക്ഷണം നടത്തുക എന്ന് തന്നെയാണ് അണ്ണാമലൈ ലക്ഷ്യം വെക്കുന്നത്. ദ്രവീഡിയൻ രാഷ്ട്രീയത്തിൽ BJP-യെ നേരിട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങൾ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ നീക്കങ്ങളെല്ലാം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിനാൽ തന്നെ മറ്റൊരു തന്ത്രവുമായി അദ്ദേഹം എത്തുകയാണോ എന്ന ചില സംശയങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും BJP രാഷ്ട്രീയത്തിൽ നിന്നും ഭിന്നമായ മറ്റൊരു ദ്രവീഡിയൻ ബദൽ എന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ സംഘടനയെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തപ്പെടുന്നത്. ഇത് അദ്ദേഹം എന്നാൽ ഇതുവരെയും ഔദ്യോഗികമായി ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ജൂൺ 4 അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. അന്ന് പുതിയ സംഘടനയ്ക്ക് രൂപം നൽകുമെന്നാണ് അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഹാഷ്മി, ക്രിസ്റ്റീന. ഓക്കെ, എന്താണ് അതിന്റെ ആശയ അടിത്തറ? ഇപ്പൊ ദ്രാവിഡ രാഷ്ട്രീയത്തിന് ബദൽ എന്നൊക്കെ പറയുമ്പോൾ വിജയ് ഒരു പ്രതിഭാസമായിരുന്നു, തർക്കമില്ല. അപ്പൊ അത് കണ്ടിട്ട് അതുപോലെ മൂവ്മെന്റ് സാധ്യമാകുമെന്ന് കരുതിയതാണോ എന്നറിയില്ല. പക്ഷെ പല സമര രീതികളിലൂടെ എന്തായാലും തമിഴ്നാട്ടിൽ BJP-യെ വളർത്തിയതിൽ അണ്ണാമലയ്ക്കുള്ള ഒരു പങ്ക് ഒട്ടും ചെറുതല്ല. മാത്രമല്ല വളരെ കൗതുകമുള്ള സമര രീതികളിലൂടെ ചോദിക്കുന്നുണ്ട് അണ്ണാമല ചെരുപ്പിടാൻ തുടങ്ങിയെന്ന്. ഇതുപോലെ കൗതുകമുള്ള സമര രീതിയായിരുന്നു ചെരുപ്പൂരി കളഞ്ഞത്. മഹേഷിന്റെ പ്രതികാരത്തിൽ പറയുന്ന പോലെ പക്ഷെ ചെരുപ്പടക്കി മുതൽ ഇട്ട് തുടങ്ങിയായിരുന്നു. അത് മാത്രമല്ല ചാട്ടവാറ കൊണ്ട് സ്വയം അടിച്ച് മുറിവേൽപ്പിക്കുക തുടങ്ങിയ ഒരുപാട് തിയേറ്ററിക്സ് അദ്ദേഹം കാണിച്ചതാണ്. വലിയ ആവേശം അണ്ണാമലൈ തമിഴ്നാട്ടിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകർക്കിടയിലൊക്കെ അണ്ണാമലൈ ഒരു സമയത്ത് ഭയങ്കര സ്റ്റാറ്റസ് താരം, വൈറൽ താരമൊക്കെ ആയിരുന്നു. ആ കാലം കഴിഞ്ഞു. അദ്ദേഹം രാജിക്കത്ത് കൊടുക്കുന്നു. പുത്തൻ പാർട്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്ലാൻ. അപ്പോൾ എന്താണ് ആ പാർട്ടിയുടെ ആശയ അടിത്തറ? എങ്ങനെയാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിന് ബദലാവുക? എങ്ങനെയാണ് വിജയോടൊപ്പം വളർന്നു നിൽക്കാൻ കഴിയുക എന്നൊക്കെ വരും കാലം തെളിയിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.